ഗിയർ മോട്ടർ വേണം. അത് 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഗിയർ മോട്ടർ ഫിക്സ് ചെയ്യേണ്ടുള്ള വീലും വേണം. പിന്നെ വേണ്ടത് നമുക്ക് 4 HWന്റെ 9 വോൾട്ടിന്റെ ബാറ്ററിയാണ്. പിന്നെ അതുപോലെ നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി 4 കണക്ടറും വേണം. അപ്പൊ ഇത്രയാണ് ഈ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പണി എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി ആണ്. അപ്പൊ നമുക്ക് കണക്ടറൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ പുതിയ ബാറ്ററി ഉണ്ട്, നിങ്ങൾക്ക് വെളിയിൽ കാണാൻ പറ്റിയൊരു പ്ലാസ്റ്റിക്, അത് നമുക്ക് ഇളക്കി കളയാം. അപ്പൊ നമ്മുടെ കണക്ടർ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ നമുക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. നിങ്ങൾ ഇത്രയും വലിയ കാർഡ്ബോർഡ് ഉപയോഗിക്കണ്ട, നിങ്ങളൊരു ചെറിയ കാർഡ്ബോർഡ് ഉപയോഗിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഈ കാർഡ്ബോർഡ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ആ ശ്രമം അത് ശരിയായില്ല, അത് പാളിപ്പോയി. അതുകൊണ്ട് ഞാൻ വേറെ കാർഡ്ബോർഡാണ് ഉപയോഗിച്ചത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണും, മറ്റേ ആ റോബോട്ട് ഓടുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ആ കാർഡ്ബോർഡ്. നമ്മൾ ചെറിയൊരു ഷൂ ഒക്കെ വെക്കുന്ന ഒരു ബോക്സ് ഇല്ല, ആ ബോക്സിൻ്റെ മേളത്തെ ആ ഒരു അടപ്പല്ല മേളത്തെ അടയ്ക്കുന്ന ആ ഭാഗമില്ലേ, ആ ഒരു ലെയർ എടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ്ബോർഡിന്റെ ഒരു ചെറിയ പീസ് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. നമ്മുടെ കാർഡ്ബോർഡ്സ് ഇല്ലേ, കാർഡ്ബോർഡ്സ്, അപ്പൊ കാർഡ്ബോർഡിന്റെ ഒരു പീസാണ് നമ്മളിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ HWന്റെ 9 വോൾട്ടിന്റെ ബാറ്ററീസ് ഇല്ലേ, നമുക്ക് അതിന്റെ വീല് വെക്കാൻ വേണ്ടിയാണ്. അതപ്പോ ഓരോരോ എഡ്ജില് നമുക്ക് ഓരോരോ ഇട്ട് വെക്കാം. നമുക്കത് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 9 വോൾട്ടിന്റെ ബാറ്ററി എല്ലാം ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഗിയർ മോട്ടർ അല്ലേ, ഗിയർ മോട്ടർ, അത് നമുക്ക് ഈ ഓരോരോ എഡ്ജിലായിട്ട് നമുക്ക് വെക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബേസിന്റെ ഒരു ഭാഗത്തുമായിട്ട് നമുക്ക് ഈ എഡ്ജിലായിട്ട് വെക്കാം. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അതിന് മുമ്പ് നിങ്ങൾ ഈ 9 വോൾട്ട് ബാറ്ററി കണ്ടില്ലേ, അപ്പൊ നമ്മുടെ ഗിയർ മോട്ടറിനകത്ത് അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ചെറിയ ഹോൾ ഇടേണ്ടി വരും. ചെറിയൊരു ഹോൾ മതി. അത് നമുക്ക് അതിനകത്തിന് വയറ് ഇറക്കിയിട്ട് അതിനകത്തിന് നമുക്ക് നമ്മുടെ ഗിയർ മോട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റും. 9 വോൾട്ട് ബാറ്ററി എല്ലാം അടിയിലുള്ള നമ്മുടെ ആ ഹോളില്ലേ, അല്ല നമ്മള് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗിയർ മോട്ടേഴ്സ് നമുക്ക് കാണാമല്ലോ ഇവിടെ. ഈ ഗിയർ മോട്ടേഴ്സ് നമുക്ക് ഓരോരോ എഡ്ജിലായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗിയർ മോട്ടറൊക്കെ നമ്മുടെ ബേസിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോബോട്ടിന്റെ ബോഡി എങ്ങനെ ഫിക്സ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളുടെ റോബോട്ടിന്റെ ഹെഡൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ റോബോട്ട് വാളിപ്പോയി ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അതിന്റെ ആ പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെയാ. നിങ്ങൾ ആ ബാറ്ററി അവിടെ ഫിക്സ് ചെയ്യുക, പിന്നെ അവിടെ ഒരു ഹോൾ ഇടുക. ആ ഹോളിൽ നിന്ന് ആ വയർ നിങ്ങൾ ആ ഹോളിൽ നിന്ന് ഗിയർ മോട്ടറിന് അങ്ങോട്ട് കൊണ്ടുപോവുക. പിന്നെ അതിന്റെ 2 ടെർമിനൽസിലായിട്ട് അത് സോൾഡറിങ് ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഹെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ് വയ്ക്കാം, ഹെഡ് വെച്ചില്ലെങ്കിലും ഒന്നുമില്ല. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാറായിട്ട് ഉപയോഗിക്കാം. ആ റോബോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാറായിട്ട് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ്, പിന്നെ ബോട്ടിൽ ആർട്ട് വീഡിയോസ്, പിന്നെ ഞാൻ ഇങ്ങനത്തെ ടെക് വീഡിയോസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടാറുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. ഞാൻ ഈ ചാനലിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ല ഈ ചാനലിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്നുകൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതായിട്ട് നിങ്ങൾ ആദ്യം പോയി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് നിങ്ങൾ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം വെരി വെരി താങ്ക് യു. ഇതിനകത്ത് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വളരെ 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 സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ അത്രയ്ക്ക് ഗ്രോ ആയി വന്നിട്ടില്ല. എന്നാലും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിൻ്റെ കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഗ്രോ ആയി വരുന്നുണ്ട്. അപ്പം അതെല്ലാം നിങ്ങളെ സപ്പോർട്ടിൻ്റെ കാരണമാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ താങ്ക് യു പറയുവാണ്. അപ്പം നമ്മൾ ഇനി സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ പുതിയതായിട്ട് ഈ ചാനൽ വരുന്നതാണെങ്കിൽ അവരോട് ഒന്നുകൂടെ പറയുവാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നാൽ പിന്നെ ശരി, ഞാൻ ഒത്തിരി സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഇവിടെ നിർത്താൻ പോകും.